ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് താനായിരിക്കും. നേതാക്കന്മാർ ശരത്താണ് എന്ന് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഡബിൾ ആറ്റിറ്റ്യൂഡ്. അപ്പൊ തന്നെ അറിയാലോ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയും പോലെ നിങ്ങൾ എന്നെ ഒരു സമുദായത്തിന്റെ ആളാക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വെക്കുന്ന ആളിനെ ആദ്യം പിൻ പോയിന്റിൽ വെക്കും. വെച്ചിട്ട് പിന്നെ അവിടെ നിന്നാണ് സാമുദായിക സമവാക്യത്തിന്റെ ചരട് പിടിക്കുന്നത്. നമുക്കൊരു മര്യാദയില്ലേ? MMS നമ്മുടെ സീനിയർ ആളില്ലേ? എനിക്കിന്നും ഓർമ്മയുണ്ട്, എല്ലാ പത്രങ്ങളിലും ക്ലിഫ് ഹൗസിൽ നിന്നും വെടിപൊട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തോട് എന്നെ പരിഗണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. തിരുവനന്തപുരമല്ല ഓരോരുത്തർ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ വെച്ച് ഞാനൊന്ന് കെഞ്ചി പറഞ്ഞു, ചെയ്യുന്ന ശരിയല്ല, എൻ്റെ മണ്ഡലമാണ്. അത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കുന്നതായിരുന്നു. മംഗളം TV-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ ഏറ്റവും കരുത്തനായ, ദീർഘകാലം KPCC ഭാരവാഹിയായിരുന്ന, എല്ലാ കാലത്തും ഒരു തീക്ഷ്ണ യൗവനമായി ജ്വലിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ശരത്ചന്ദ്ര പ്രസാദാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ലീഡർ കാലം മുതൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ലീഡർ ഏറ്റവും വിശ്വസ്തനായി, ലീഡർ കാലത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്ന ത്രിമൂർത്തികളുണ്ടായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ G. കാർത്തികേയൻ, ശ്രീ M. I. ഷാനവാസ്. ആ കൂട്ടത്തിൽ ഒരാളായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. പക്ഷേ ഈ ദീർഘകാലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് താങ്കൾക്ക് ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞത്. 30 വർഷത്തോളം താങ്കൾ KPCC ഭാരവാഹിയായിരുന്നു. പക്ഷേ അർഹിച്ചൊരു അംഗീകാരം പാർട്ടി നൽകിയില്ല എന്നൊരു ഒരു പരിഭവം താങ്കൾക്കുണ്ടോ? പരിഭവം എന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിയിൽ പരിഭവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം സത്യമാണ്, 91 എന്നെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ലീഡർ എന്നെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാക്കി. അപ്പോഴും അവിടെ 27,000-ഓളം വോട്ട് LDFന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു. അവിടെ ഞാൻ മത്സരിച്ച് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ MLA ആയി. പിറ്റേ തവണ 96 ഇലക്ഷൻ വന്നപ്പോൾ അവിടുത്തെ മുൻ MLA ആയിരുന്ന, അതിനിടയ്ക്ക് അവിടെ ആലപ്പുഴയിൽ പോയി MP ആയി. 91 തെരഞ്ഞെടുപ്പിൽ ശ്രീ വക്കം പുരുഷോത്തമൻ, പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ട ശ്രീ വക്കം പുരുഷോത്തമൻ വീണ്ടും 96 മത്സരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആറ്റിങ്ങൽ വന്നു. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വരവാണ് താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ വരവ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ ചില ന്യായമുണ്ട്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഞാനവിടെ MLA ആയിരിക്കുന്ന സമയത്താണ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ആലപ്പുഴയിൽ തോറ്റു വന്ന് നിൽക്കുന്ന സമയമാണ് MP ആയിട്ട്. അന്നൊരു ബ്ലോക്ക് സെക്രട്ടറിയെ നിർത്തി KPCC മെമ്പർ സ്ഥാനത്തിന് മത്സരത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു സംഘടനാ തിരഞ്ഞെടുപ്പിൽ. അതിന് ചുക്കാൻ പിടിച്ചത് താങ്കളാണെന്നുള്ള ഒരു ദേഷ്യം? ചുക്കാല്ല, അത് പാർട്ടി. അന്ന് AI തർക്കം രൂക്ഷമായി. ലീഡറും ബഹുമാനപ്പെട്ട AK ആന്റണിയായിട്ട് ഉള്ളൊരു ഗ്രൂപ്പ് കേരളത്തിൽ നിൽക്കുമ്പോൾ, കേരളത്തിലെമ്പാടും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ആറ്റിങ്ങലിൽ നടന്നു. അപ്പോൾ വക്കിംഗ് 9 വോട്ടിന് കണ്ട പരിചയപ്പെട്ടു KPCC മെമ്പർ സ്ഥാനത്തേക്ക്. അത്രയും വലിയൊരു നേതാവ് ഒരു ബ്ലോക്ക് സെക്രട്ടറിയോട് പരാജയപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുറിവ് സൃഷ്ടിച്ചു എന്നുള്ളത്. ഒരു 100-150 വീടുകൾ മാത്രമുള്ള ഒരു സമുദായത്തിൽപ്പെട്ട ഒരു അംഗമായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി. ആ ബ്ലോക്ക് സെക്രട്ടറി അതിൻ്റെ പിന്നെ ചാലശക്തി എന്ന് പറയുന്നത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദല്ലേ? സ്വാഭാവികമായും ഈ ജില്ലയിൽ അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫോർ ഫ്രണ്ടിൽ ഓടി നടന്ന ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസിലും എല്ലാം സ്ഥാനങ്ങളിലൊക്കെ വരുന്ന ആൾ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഒരു 70% വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ആ തെരഞ്ഞെടുപ്പ് ഈ ജില്ലയിൽ ആ ഒരു പ്രാമുഖ്യം. അതുകൊണ്ട് തന്നെ ലീഡർ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നപ്പോൾ ലീഡർ എന്നോട് ചോദിച്ചു, ശരത്ത് DC പ്രസിഡന്റ് ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലീഡർ, എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാനൊരു ചാൻസ് ഉണ്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞിട്ട് DC പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ലീഡർ എന്നോട് പറഞ്ഞു, ഇതാ പറഞ്ഞത്, നിനക്കറിയില്ല
അതായത് ലീഡറുടെ ആ ഒരു അവസരം താങ്കൾ നിഷേധിച്ചു എന്നുള്ളതാണ്. അതെ, ലീഡർ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് താനായിരിക്കും. എനിക്കന്ന് 32 വയസ്സ്. അന്നത് സ്വീകരിച്ചിരുന്നെങ്കിൽ അന്ന് ഞാൻ സ്വീകരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് താനായിരിക്കും. തനിക്കത് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവും. അപ്പം ഞാൻ ചിരിച്ച്. ഇപ്പം അത് ബോധ്യപ്പെടുന്നില്ലേ? ഇപ്പോഴ് അത് എന്താണ്, മൂത്തത് ചൊല്ലും മുതിർന്നിലേക്ക് ആദ്യം കഴിക്കും. പിന്നെ ഇപ്പം എനിക്ക് ഭയങ്കര മധുരം അത് ആലോചിക്കുമ്പോൾ, പശ്ചാത്താപത്തിൻ്റെ മധുരമാണ്. പലപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ DCC പുനഃസംഘടന വരുമ്പോഴൊക്കെ ഉയർന്നു കേൾക്കുന്നൊരു പേരാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. കാരണം ശരത്തിനെ കുറിച്ച് പറയുമ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലീഡർക്കൊപ്പം നിന്ന് പാർട്ടിയെ വളർത്തിയ, സംഘടനാ രംഗത്ത് സജീവമായി നിന്ന, ലീഡറുടെ കോർ ഗ്രൂപ്പിൽ അംഗമായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് മണ്ഡലത്തിൽ ചെന്നാലും ഒരാൾ 5 പേര് അല്ലെങ്കിൽ 10 പേര് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. കേരളത്തിലെ അങ്ങോളം, ട്രിവാൻഡ്രത്ത് മാത്രമല്ല. അങ്ങനെ ഒരാൾ പലപ്പോഴും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും പക്ഷേ പ്രസിഡൻ്റായി വരാൻ കഴിഞ്ഞില്ല. അത് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലാണോ, അതല്ല? ആ കാര്യത്തിൽ നമ്മൾ ഹാട്രിക് എന്നൊക്കെ പറയുമല്ലോ, എനിക്ക് ഡബിൾ ഹാട്രിക് ഉണ്ട്. ഈ DC പ്രസിഡന്റ് ആവാൻ നേതാക്കന്മാർ ശരത്താണ് എന്ന് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഡബിൾ ഹാട്രിക് ഉണ്ട്. അപ്പം തന്നെ അറിയാലോ എത്ര തവണ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി. അത് നിരാശപ്പെടുത്തിയിട്ടില്ലേ? സ്വാഭാവികമായും ഞാൻ നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ മാറ്റി കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നെ മാറ്റി നിർത്തുമ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ശരത്തിനെ വെച്ചില്ല എന്ന്. ഇപ്പോൾ താങ്കൾ തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എല്ലാവരും പ്രതീക്ഷിച്ചത്, എല്ലാവരും കരുതിയത്. ആ ആളുകളെല്ലാം നേതാക്കന്മാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ശരത്തിനെ മാറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു നേതാവിന് നാവുകൊണ്ട് ആ കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഈ സാമുദായിക സമവാക്യങ്ങളുടെ ഒരു പേര് പറഞ്ഞുള്ള പലപ്പോഴും വെട്ടിനിരത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നത് ശരിയാണോ? സാമുദായിക സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരാളിനെ വെക്കണമെങ്കിൽ ആ വെക്കുന്ന ആളിനെ ആദ്യം പിൻ പോയിന്റിൽ വെച്ചിട്ട് പിന്നെ അവിടെ നിന്നാണ് സാമുദായിക സമവാക്യത്തിൻ്റെ ചരട് പിടിക്കുന്നത്. ഇത് മറ്റെല്ലാ ചരടും പിടിച്ചിട്ട് അവസാനം എൻ്റെ കാര്യത്തിൽ മാത്രം സാമുദായിക സമവാക്യം എന്ന് പറയും. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് KPC എക്സിക്യൂട്ടീവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുമ്പോലെ നിങ്ങൾ എന്നെ ഒരു സമുദായത്തിൻ്റെ ആളാക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമുദായം പലപ്പോഴും KPC മീറ്റിങ്ങിൽ പറഞ്ഞത് സമുദായമൊന്നുമല്ല, ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്കാണ് പറയും. എപ്പോഴും ഇപ്പോഴത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞില്ല എന്നുള്ളൊരുത്തേയുണ്ട്. ഞാനൊരിക്കലും ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രതികരിച്ചോ മതത്തെ പ്രതികരിച്ചോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല. തീർച്ചയായിട്ടും ഞാൻ ദീപശിഖാങ്കിതമായ നീലപതാക KSU കാലഘട്ടം, ആ KSU കാലഘട്ടത്തിൻ്റെ വികാര തീവ്രതയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയ ആളാണ്. മാർക്സിസ്റ്റുകാരും SFIക്കാരും CATUകാരും എന്നെ കൊല്ലാൻ പറ്റില്ല. അത് ചരിത്രമാണ്. സ്വാഭാവികമായിട്ടും ശരത്ചന്ദ്ര പ്രസാദിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വാഭാവികമായിട്ട് ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടെയാണ്. അതെൻ്റെ വികാരമാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് അതല്ല. അതായത് ഈ ത്രിമൂർത്തികൾ ഭരിച്ച ഒരു ഘട്ടം, ലീഡർ പ്രതാപകാലത്ത് ലീഡറുടെ ക്യാമ്പിനെ നയിച്ചിരുന്ന ത്രിമൂർത്തികൾ അറിയപ്പെട്ട ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയും ശ്രീ MI ഷാനവാസും ശ്രീ G കാർത്തികേയനും. ആ കൂട്ടത്തിൽ വളരെ ചെറുപ്പക്കാരനായിരുന്ന, അവരുടെ സമകാലികനാണെങ്കിലും പ്രായം കൊണ്ട് അല്പം വ്യത്യാസമുള്ള വളരെ ചെറുപ്പക്കാരനായിരുന്ന ഏറ്റവും ശക്തനായ ഒരു നേതാവായിരുന്നു ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോടൊപ്പം താങ്കളോടൊപ്പം തന്നെ അന്ന് ശ്രീ ഹിദർ മുഹമ്മദ് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലീഡറുടെ ക്യാമ്പിനെ സജീവമാക്കിയിരുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടിയ ഒരു അംഗീകാരം ഹിദറിനും അത് കിട്ടിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ത്രിമൂർത്തികൾക്ക് കിട്ടിയ ഒരു അംഗീകാരം പിൽക്കാലത്ത് ശ്രീ ശരത്തിനും ശ്രീ ഹിദർ മുഹമ്മദിനും ഉണ്ടായിക്കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ഓരോരുത്തരും സാഹചര്യമാണ്. ഇടയ്ക്ക് ഹിദർ മുഹമ്മദിനെ ആ കാലഘട്ടത്തിൽ രാജ്യസഭയിലേക്ക് ഒന്ന് പരിഗണിക്കാൻ വന്നതാണ്. പക്ഷേ അതും എന്തോ ചരിത്രപരമായ ചില കാര്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് അത് നിഷേധിക്കപ്പെട്ടു. പിൽക്കാലത്ത് എനിക്ക് രാജ്യസഭയിൽ എൻ്റെ പേര് വന്നതാണ്. അന്നും ഇതിനകത്തുള്ള കോൺഗ്രസ് ഐയുമായി ബന്ധപ്പെട്ട് വന്ന ചില കോക്കസുകളുടെ പ്രയോഗം കാരണം ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള അസൂയയും കുശുമും കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയും വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ലീഡറുടെ അടുത്തുള്ള ഒരു ബന്ധം അല്ല, ഗ്രൂപ്പിൻ്റെ ഒരു രീതി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലീഡർ കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കാവ്യാട് ദിവാരപ്പണിക്കർ ഒരു ഗ്രൂപ്പും അന്ന് യുവാക്കളുടെ നേതാവായിരുന്നു ശരത്തിൻ്റെ നേതൃത്വത്തിൽ വേറൊരു ഗ്രൂപ്പും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയായിരുന്നു അല്ലേ? അങ്ങനെയല്ല, നമ്മൾ ദിവാരപ്പണിക്കരെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായി നമ്മൾ ദിവാരപ്പണിക്കർ ലീഡറുടെ ഒരാളായിരുന്നു. ലീഡർ എന്ത് പറയുന്നോ അത് ആണെങ്കിലും ഒരു സീനിയേഴ്സിനെ നയിച്ചിരുന്ന, അതിന് പിന്നെ അതിൻ്റെ താഴെത്തട്ടിൽ ഇതൊക്കെ കൊണ്ടു കിടക്കുന്ന ആൾ നമ്മളായിരുന്നു. ഫീൽഡിൽ ഫയലിൽ നിന്ന് വയലിലേക്ക് എന്ന് പറയും പോലെ ഒരു പാർട്ട് ഫയലും മറ്റു പാർട്ട് വയലുമായിരുന്നു. നമ്മളൊക്കെ വയലിൽ ഇറങ്ങി
കിളയ്ക്കുന്ന ആളുകളും ഇതിൻ്റെ പക്ഷേ വിതച്ചതേ മാത്രമല്ല കൊയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. അല്ല, കൊയ്യാനും കഴിക്കാനും പറ്റിയില്ല. കഴിക്കാനും പറ്റിയില്ല. കൊയ്യാനും മാത്രമല്ല കഴിക്കാനും പറ്റിയില്ല. ഇല്ല, അതുപോലെ തന്നെ ഇപ്പം ഒരു ഘട്ടം കഴിഞ്ഞപ്പം ശ്രീ കെ മുരളീധരൻ്റെ വരവോടുകൂടിയാണെന്ന് തോന്നുന്നു ലീഡറെ ക്യാമ്പിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. തിരുത്തൽവാദം എന്നൊരു പുതിയ സംവിധാനം വരുന്നു. അതിൽ ലീഡറെ ക്യാമ്പിനെ നയിച്ചിരുന്ന ത്രിമൂർത്തികൾ ലീഡർ ഉപേക്ഷിച്ച് മറ്റൊരു സംവിധാനത്തിലേക്ക് മാറുന്നു. ആ കാലഘട്ടത്തിലും ഏറ്റവും പ്രബലനായ ലീഡർ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു ശ്രീ ശശീന്ദ്ര പ്രസാദ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ കയറി പോകുന്നതിന് പകരം താഴേക്കുള്ള പോക്ക് എങ്ങനെയായിരുന്നു? അന്ന് ഞാനാണ് ലീഡർ. അന്ന് KSU പ്രസിഡന്റുമാരായിരുന്ന ആളുകളിൽ ഞാൻ മാത്രമാണ് തിരുത്തൽവാദത്തിൽ പോകാതിരുന്ന ഒരാൾ. ബാക്കി എല്ലാവരും പോയി. എനിക്ക് മുമ്പോട്ടായിരുന്ന പുള്ളറുമതും അടക്കം പോയി. അപ്പോൾ ആ സമയത്ത് KC വേണുവാലും ഞാനും ഹിദർ മുഹമ്മദും ലീഡറെ കൂടെ നിന്നു. വേണു അന്ന് KSU പ്രസിഡന്റാണ്. ഞങ്ങൾ മൂന്നൂരും ലീഡറെ കൂടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുത്തൽവാദത്തിൽ നിന്ന് തന്നെ രമേശ് ചെന്നിത്തല കോട്ടയത്ത് വെച്ച് ലീഡർ ഇലയിൽ കൂടിയിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അതിനകത്തൊരു വ്യതിയാനം, കുറച്ചുകൂടെ ഇത് വന്നു, മൃദു സമീപനം. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് ലീഡർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന സമയത്ത് G. കാർത്തികേയൻ ലീഡറുമായിട്ട് ലോഹ്യത്തിലായി. അന്ന് ലീഡർ ഗ്രൂപ്പിൻ്റെ പ്രധാന മന്ത്രിപദം കൊടുക്കണമെന്ന് ലീഡർ തന്നെ പറഞ്ഞത് G. കാർത്തികേയനായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് GKയും രമേശും തമ്മിലുള്ള കൊച്ചു അകത്ത ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നത് അന്നത്തെ രമേശ് മന്ത്രിയാകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങളൊക്കെ. അപ്പോൾ അത് പ്രസക്തിയുള്ള കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കിന്നും ഓർമ്മയുണ്ട്, എല്ലാ പത്രങ്ങളിലും ക്ലിഫ് ഹൗസിൽ നിന്നും വെടിപൊട്ടി എന്ന് വെച്ചാൽ തിരുത്തൽ വാദത്തിനെതിരെ ആദ്യമായി എൻ്റെ നേതൃത്വത്തിൽ ഞാൻ, ഹിദർ മുഹമ്മദ്, KC വേണുഗോപാൽ തിരുത്തൽ വാദത്തിനെതിരെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനാണ് പത്രങ്ങൾ തിരുത്തൽ ക്ലിഫ് ഹൗസിൽ വെടിപൊട്ടി എന്നുള്ളത് മനസ്സിലായി. അതായത് അത്രയും സ്ട്രോങ് ലീഡർഷിപ്പ്, ലീഡറോട് അത്രയും ലോയൽറ്റി ഉള്ള ഒരു ലീഡറായിരുന്നു ശ്രീ ശശീന്ദ്ര പ്രസാദ്. നമ്മൾ ജീവൻ കൊടുത്താൽ ഇന്നും അങ്ങനെ തന്നെ. പക്ഷെ പിന്നെ എങ്ങനെ ഗ്രൂപ്പിനകത്ത് നിന്ന് പതുക്കെ ഫെയ്ഡായി പോകുന്നൊരവസ്ഥ? അതങ്ങനെയല്ല. പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പിൻ്റെ കാര്യം വന്നു. ഞാൻ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയി പോകുന്നത് അവിടെ തടസ്സം വന്നു. അതും കയ്യെത്തി പിടിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അല്ല, കയ്യെത്തി പിടിക്കാൻ ലീഡർ എവിടെയൊക്കെ ലീഡർ എൻ്റെ പേര് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ മാറിപ്പോയി. പക്ഷേ ഈ അവസാനം ഈ കഴിഞ്ഞ രണ്ട് സംഘടനാ പുനഃസംഘടനയിലും KC വേണുഗോപാലാണ് എന്നെ വൈസ് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇപ്പം 2 പുനഃസംഘടന മനസ്സിലായി. K. സുധാകരൻ്റെ തൊട്ട് മുമ്പും അതിനുശേഷം ഇപ്പോൾ K. സുധാകരൻ തൊട്ട് മുമ്പ് മുല്ലപ്പള്ളിയുടെ സമയത്തൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്നെ പിന്നെ വൈസ് പ്രസിഡന്റ് ആക്കുന്ന കാര്യത്തിലൊക്കെ അത് KC വേണുഗോപാലാണ് എൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇപ്പോൾ വീണ്ടും സുധാകരൻ്റെ കൂടെ കുറേ കാലം ഇരുന്നിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 1.5 കൊല്ലത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്തും അത് കഴിഞ്ഞ് പുനഃസംഘടിപ്പിക്കും KC വേണുഗോപാലാണ് എന്നെ വീണ്ടും വരും. ഞങ്ങൾ പഴയ KSU ഫലത്തിൽ ഇപ്പോഴ് പിന്നെ കേരളത്തിലൊരു ഗ്രൂപ്പിസം പറയുമ്പം VD, RC, KC ഗ്രൂപ്പുകൾ എന്നൊരു ചൊല്ലുണ്ട്. അതിനകത്ത് KC ഗ്രൂപ്പിലാണോ? എല്ലാവരുമായിട്ടും ഞാൻ നല്ല അടുപ്പമാണ്. എല്ലാവരും. രമേശ് ചെന്നിത്തലയുടെ KSU കമ്മിറ്റിയിൽ ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. G. കാർത്തികേയൻ്റെ കമ്മിറ്റിയിൽ ഞാൻ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. രമേശിൻ്റെ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ്, പിന്നെ സ്റ്റേറ്റ് ഭാരവാഹി. ആ സമയത്താണ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ, പിന്നെ PT തോമസ് പ്രസിഡൻ്റായി ലയനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചെയർമാനാകുന്നത്. പിന്നീട് PT മാറുമ്പോൾ ഞാൻ KSU പ്രസിഡൻ്റാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറുന്ന സമയത്തൊരു ഇൻട്രീം പീരീഡിൽ പുനർമതു ആകുന്നു. അത് കഴിഞ്ഞ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കൂടി ലീഡർ ഗ്രൂപ്പിൻ്റെ ആളായിട്ട് KC വേണുഗോപാൽ KSU പ്രസിഡന്റ് ആവും. അത് ഞാൻ തന്നെയാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. അല്ല, ആ സമയത്ത് ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്ന ആൾ ശ്രീ ശശീന്ദ്ര പ്രസാദ്, VD സതീശനാണ്. അല്ല, പിൽക്കാലത്ത് ശ്രീ K. മുരളീധരൻ്റെ ഗ്രൂപ്പിലേക്കുള്ള കടന്നുവരവും താങ്കളുടെ പുറകോട്ടേക്കുള്ള പോക്കിന് കാരണം. മുരളീധരൻ വരുന്ന സമയത്താണ് തിരുത്തൽവാദത്തിൻ്റെ ഇതുണ്ടാവുന്നത്. പക്ഷേ അപ്പോഴും K. മുരളീധരൻ ഞാനുമായിട്ട് ലോഹ്യത്തിലായിരുന്നു. മുരളി ഞാനും സെയിൻറ്റ് ജോസഫ് സ്കൂളിൽ 2 ക്ലാസ്സുകളിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും സെയിൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ബന്ധം, ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മുരളി മാരവാൻസി കോളേജിൽ പഠിക്കുന്നു. അവിടെ ചെന്ന് അന്ന് ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ മുരളിയുടെ നേതൃത്വത്തിൽ 8-9 പേരാണ് KSU ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ മാരവാൻസി കോളേജും സെൻറ്റ് ജോസഫ് കോളേജിലൊക്കെ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ KSU ജയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതൊക്കെ ഞാൻ ജില്ലാ പ്രസിഡൻ്റായി നയിക്കുന്ന സമയത്താണ്.
അപ്പോൾ ആ മുരളിയെ ഇപ്പോഴും മുരളീധരനോട് നല്ല ബന്ധമല്ലേ? മുരളീധരനുമായിട്ട് ഇടക്കാലത്ത് ഉള്ളൊരു വിഷയം ലീഡർ ഉള്ള സമയത്ത് തന്നെ, കാര്യം കെ മുരളീധരൻ അല്ല, ആ സമയത്ത് അദ്ദേഹം പ്രസിഡന്റായിരുന്ന സമയത്തുണ്ടായ KPCC ഓഫീസിന് മുമ്പുണ്ടായ ചില സംഭവവികാസങ്ങളും. മുരളി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുരളി പ്രസിഡന്റ് ആകുമ്പോൾ നമ്മൾ മുരളിയെ സപ്പോർട്ട് ചെയ്തതാണ്. മുരളി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്. മുരളി വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് മുരളി പ്രസിഡന്റായി കഴിഞ്ഞ് മാറി PP തങ്കച്ചൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇഷ്യൂ ഉണ്ടായി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഈ ലീഡറെ കുടുംബവും ലീഡും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. എൻ്റെ സ്വന്തം കുടുംബം പോലെയാണ്. അവിഭാജ്യ ഘടകമായി മാറിയത്. അതുകൊണ്ട് എനിക്ക് മുരളിയോട് അങ്ങനെ ഒരു വെറുപ്പോ വിരോധമോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മുരളിയോട് എനിക്ക് എന്തെങ്കിലും അത് നല്ലതല്ല കേട്ടാ KM എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ മുരളീധരൻ സജീവമായ ഉരുളക്കുപ്പേര് പോലെ കാര്യങ്ങൾ മറുപടി പറയാൻ കഴിയുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ നേതാവാണ്. K കരുണാകരൻ്റെ മകൻ എന്ന് പുള്ളി ആ കാര്യത്തിൽ അത് മറ്റു പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലാത്ത ചില ക്വാളിറ്റീസ് ഒക്കെ. K കരുണാകരൻ്റെ ചില ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ KM ഞാനുമായിട്ടൊക്കെ വലിയ അടുത്ത ഇതാണ്. ഈ കഴിഞ്ഞ കുറേ കാലമായി മുരളി പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിന്നപ്പോഴത്തേക്ക് മുരളിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അപ്പം ഞാൻ അവിടുത്തെ KPC മെമ്പറാണ്. അവിടെ അർഹതപ്പെട്ട ഒരാൾ ഞാനായിരുന്നു. അവിടെ MMS കഴിഞ്ഞാൽ അവിടെ അല്ല, ആ കാര്യത്തിൽ ഒരു വലിയ വിവാദം വന്നല്ലോ. അതായത് ശരത്തിന് ശിവകുമാറിനൊന്നും സീറ്റ് നൽകാതിരിക്കാൻ വേണ്ടി ആ സീറ്റ് ബോധപൂർവം CP ജോണിന് കൊടുത്തു, ഘടകകക്ഷിക്ക് കൊടുത്തു എന്നുള്ളത്. അവിടെയുള്ള ഈ നിലവിൽ ഇപ്പോൾ ഉള്ള മണക്കാട് സുരേഷും നേരത്തെ ഭാരമായിരുന്ന GS ബാബു പണ്ട് മുതലേ ഇതിൻ്റെ ഭാഗമായി നിന്ന അവിടെ മത്സരിച്ച് MLA ആയി MMSൻ്റെ തൊട്ട് താഴെയുള്ള KSU പ്രസിഡൻ്റായി വന്ന ഞാനുമാണ് അവിടുത്തെ ആളുകൾ. അതിന് MMS അതിനകത്ത് ശിവകുമാർ പോലും ഇല്ലെന്നുള്ളതാണ് പറഞ്ഞത്. ശിവകുമാർക്ക് നെയ്യാറ്റിൻകരയുള്ള ശിവകുമാർ അവിടെ എന്ത് ക്ലെയിം? പക്ഷേ അവിടെ ഒരു ബിട്രയൽ പോലെ നടന്നു. അത് ഒരു 10, 20, 25 MMS അവിടെ നിന്ന് മാറുന്ന സമയത്ത് ഞാൻ MMSോട് ചോദിച്ചു, നിങ്ങളില്ലല്ലോ, മാറുകയാണ്. അപ്പം ഞാൻ ക്ലെയിം ചെയ്യട്ടോ എന്ന് ചോദിച്ചു. കാരണം നമുക്കൊരു മര്യാദയില്ലേ, MMS നമ്മുടെ സീനിയർ ആളല്ലേ. ശരത്ത് ക്ലെയിം ചെയ്തോ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ശോഭന ജോർജിനെ കൊണ്ടിട്ടത്. ചെങ്ങന്നൂർ കിടന്ന ശോഭന ജോർജ് ആരായിരുന്നു അതിന് പിന്നിൽ? അല്ല, അത് നമ്മുടെ പാർട്ടിക്കകത്തുള്ള എങ്കിലും ശോഭന ജോർജ് ചെങ്ങന്നൂരിന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ കൊണ്ട് പറയുന്നത് ശരിയല്ല. വന്നു ഞാനൊന്ന് കെഞ്ചി പറഞ്ഞു, ചെയ്യുന്നത് ശരിയല്ല, എൻ്റെ മണ്ഡലമാണ്. ആറ്റിങ്ങലിന് ശേഷം എനിക്ക് ജയിക്കുന്ന ഒരു മണ്ഡലം തന്നതിനെ പിന്നെ അന്നത്തെ നോർത്തിലാണ് കൊണ്ടിട്ടത്. നോർത്തിൽ ഞാൻ എന്നെ സ്ഥാനം 96 സ്ഥാനം B വിജയകുമാറിന് ശേഷമോ അതോ അതിന് മുമ്പോ? B വിജയകുമാർ ഈസ്റ്റ് ആയിരുന്നു. M വിജയകുമാർ പഴയ ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ്. ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ്. അന്ന് എന്നെ കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കി. G കാർത്തികൻ തോറ്റുപോയ സ്ഥലമാണ്. വിജയകുമാർ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. ഞാനത് അപ്പം അത് എന്നോട് കാണിക്കരുത്, എനിക്കൂടെ മനസ്സിൽ. ഇപ്പോഴേ ശോഭന സ്ഥാനാർത്ഥിയാക്കി. ഈ ആറ്റിങ്ങൽ ജയിച്ചതിന് ശേഷം പിന്നെ മത്സരിച്ചിട്ടില്ലല്ലോ. ആറ്റിങ്ങൽ ജയിച്ചതിന് ശേഷം എന്നെ 96 ലീഡറും രമേശും ഒക്കെ തോറ്റ തെരഞ്ഞെടുപ്പിൽ 96 വട്ടിയൂർക്കാവ് NSSും SNDPയും UDFിനെതിരായിരുന്നു. പഴയ നോർത്ത് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവിൽ NSSും SNDP എങ്ങനെ ജയിക്കും? NSSന്റെ സെക്കൻഡ്. പക്ഷേ ഇപ്പം ആ സാഹചര്യമല്ല. അല്ല, ഇപ്പം സാഹചര്യം മാറി. അന്നത്തെ പഴയ അല്ല, NSS SNDP എതിരായാൽ പോലും ജയിക്കുന്ന ഒരു കാലഘട്ടം ഇന്നുണ്ട്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് മാറിയല്ലോ. അത് കുറേ മാറി. പക്ഷേ എന്നാലും ഞാൻ തുറന്ന് പറയുന്നത്, K മുരളീധരൻ്റെ വിജയത്തിൽ NSSന് നല്ല പങ്കുണ്ടായിരുന്നു. അത് അവർ വെറുതെ വിളിച്ചു പോകാനൊന്നും പോയില്ല, വളരെ മര്യാദയായി. പക്ഷെ അതോടൊപ്പം തന്നെ മുരളീധരൻ എന്ന് പറയുന്ന ഫൈറ്ററുടെ ഒരു റോൾ അതിനകത്ത് പ്രധാന ഘടകമാണ്. K കരുണാകരൻ എന്ന മകൻ, K കരുണാകരന് വോട്ടുള്ള സ്ഥലമാണ്. അല്ല, മുരളീധരൻ അത് നിയമത്തും തെളിയിച്ചതാണ്. അല്ല, അത് തന്നെ. അത് ആ മകൻ എന്നുള്ള നിലയിൽ ആ അന്തസ് മുരളീധരൻ വട്ടിയൂർക്കാവ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആളുകൾ മുരളിക്ക് ആ ഗൗരവം കൊടുക്കുന്നുണ്ട്, സ്വീകാര്യത ഇപ്പോഴും ആ ഗൗരവം കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു വശം. അപ്പോൾ ശോഭന ജോർജ് വന്ന് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ് മാറിയത്. പിന്നെ നേരെ ശിവകുമാറിനെ കൊണ്ട് നിർത്തി. അന്നും ക്ലെയിം ചെയ്തിരുന്നു. എന്നോട് പറഞ്ഞു എന്നെ വാമനോടുത്ത് മത്സരിപ്പിക്കണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയല്ല, എന്നെ മത്സരിക്കണം. പക്ഷേ 3 തവണ ശിവകുമാറിനോട് മത്സരിക്കും. 3-ാം തവണ ശിവകുമാർ മത്സരിച്ച് തോറ്റു. ആ തവണ ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞു, ഇത്തവണയെങ്കിലും എന്നെ മത്സരിപ്പിക്കണം. 2 തവണ ശിവകുമാർ ജയിച്ചല്ലോ, ഇത്തവണയെങ്കിലും എന്നെ മത്സരിപ്പിക്കും. എൻ്റെ മണ്ഡലമാണ്. ഞാൻ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിരുന്നു ആ മണ്ഡലത്തിൽ. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, നമ്മുടെ തട്ടകം എന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയ പാർട്ടി.
പഴയ ബ്ലോക്ക് പ്രസിഡന്റ് അനീബ സാഹിബ് മരിച്ചുപോയ അനീബ സാഹിബ് മരിച്ചു, എം എസ് സുരേന്ദ്രൻ, വള്ളക്കട അനീബ്, ഞങ്ങളുടെ ഒരു ടീമായിരുന്നു. എൻ്റെ ചോരയും നീരുമുള്ള സ്ഥലമാണ്. പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. കഴിഞ്ഞ 3 പ്രാവശ്യം ശിവകുമാർ മത്സരിച്ചു, ഒരിക്കൽ ശോഭന ജോർജ്. കഴിഞ്ഞ തവണ അത് ഘടകകക്ഷിക്ക് കൊടുത്തു. അത് ബോധപൂർവം കൊടുത്തതാണോ? അതിനെക്കുറിച്ച് എന്താ? ഒരു CP ജോണിന് ജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കണ്ടേ എന്ന്. അല്ല, അദ്ദേഹത്തിന് കോഴിക്കോട് ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ കോൺഗ്രസിലൊരു നല്ലൊരു അന്തരീക്ഷം അത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കുന്നതായിരുന്നു. 30,000 വോട്ടിന് ഞാൻ അവിടെ ജയിച്ചനെ. എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ട് നിർത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടിന് തോറ്റ സ്ഥലത്താണ് കഴക്കൂട്ടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SS ലാൽ മത്സരിക്കുമ്പോൾ ജയിച്ച കടകംപള്ളി സുരേന്ദ്രനെക്കാട്ടിലും 30,000 വോട്ട് മൈനസായിരുന്നു. അവിടെ ഇപ്രാവശ്യം ഞാൻ മത്സരിച്ച് 9,000 വോട്ടിനകത്താണ് ഞാൻ തോറ്റത്. അത്രയും വോട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും വോട്ട് കവർ ചെയ്യാൻ. പക്ഷെ ആ സീറ്റ് നേരത്തെ ഓഫർ എങ്കിലും ഇതൊക്കെ എന്തെങ്കിലും കഴക്കൂട്ടത്ത് എൻ്റെ വിദ്യാർത്ഥി കാലം എന്നുള്ളൊരു ബന്ധമൊക്കെ എനിക്കുണ്ട്. പക്ഷേ എന്നാലും കഴക്കൂട്ടം കഴിഞ്ഞൊരു 10 കൊല്ലമായി കോൺഗ്രസിൻ്റെ അടിത്തറ. MA വാഹിദ് ജയിച്ചതിന് ശേഷം അടിത്തറ തകർന്നു. ഇത് തോറ്റ് 3-ാം സ്ഥാനത്ത് പോയ സമയം മുതൽ കോൺഗ്രസിൻ്റെ അടിത്തറയ്ക്ക്. പക്ഷേ MA വാഹിദ് സ്വന്തമായിട്ട് നിന്ന് പോലും ജയിച്ചൊരു മണ്ഡലം. പക്ഷേ പഴയ ആ മണ്ഡലം ആയിരുന്നില്ല. പുതിയ 15 കൊല്ലത്തിന് മുമ്പ് പുതിയ അസംബ്ലി മണ്ഡലം വന്നപ്പോഴത്തേക്ക് മണ്ഡല പുനർനിർണയത്തിന് ശേഷം കടകംപള്ളി, ഉള്ളൂര് ഇതെല്ലാം കൂടി ചേർന്ന് വന്ന കഴക്കൂട്ടമായി വന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ വാഹിദ് പക്ഷേ ഒരു പ്രാവശ്യം ജയിക്കും. ആ മണ്ഡലം മത്സരിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു, ഇത്തവണ ചോദിച്ചില്ല. ഇത്തവണ തിരുവനന്തപുരം മാത്രമാണ് ഫോക്കസ് ചെയ്തത്. തിരുവനന്തപുരം എല്ലാം ഓരോരുത്തർ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ വെച്ച് എന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും KPC പ്രസിഡന്റ് ഫോണിൽ കൂടി ശരത്തിൻ്റെ പേര് കഴക്കൂട്ടത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ശരത്താണെങ്കിൽ കഴക്കൂട്ടത്ത് ജയിക്കും. അപ്പം അതിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അവസാനം ആ സമയത്ത് എൻ്റെ അടുത്ത് നേതാക്കന്മാർ ഒരു കാര്യം പറഞ്ഞു. മത്സരിക്കുന്ന ആളുകൾക്ക് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് 30,000 വോട്ടിന് തോറ്റ സ്ഥലത്താണ് മത്സരിക്കുന്നത്. ഒരു നിബന്ധനയും ശരത്തിന് ബാധകമല്ല. പാർട്ടി പറഞ്ഞിട്ട് മത്സരിക്കുന്നതാണ്. അതുകൊണ്ട് മത്സരം കഴിഞ്ഞ് തോറ്റുപോയാൽ മറ്റു സ്ഥാനങ്ങളിലേക്കുള്ള ക്ലെയിം ഒന്നും ശരത്തിന് നഷ്ടപ്പെടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വലിയ നമുക്ക് പരാജയം ഉള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഒരു ഫൈറ്ററായിട്ട് പോകുന്ന ഒരാൾ പരാജയപ്പെട്ടു പോയാൽ പിന്നെ വരുന്ന ഒരു അക്കോമഡേഷനുണ്ട്. ആ അക്കോമഡേഷൻ ഒരുപക്ഷെ രാജ്യസഭാ സീറ്റാവാം. അതിൻ്റെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അല്ല, എനിക്ക് മത്സരിച്ചു എന്നുള്ളതൊരു മൈനസ് ആവില്ല. അക്കോമഡേഷൻ്റെ കാര്യത്തിൽ അതൊരു മാനദണ്ഡമാവില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വരുന്ന രാജ്യസഭാ സീറ്റ്, ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സഭയെന്നല്ല, സംഘടനാ കാര്യമാണെങ്കിലും ഗവൺമെൻറ് കാര്യമാണെങ്കിലും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്നൊരു സാധനം ഒന്നുകിലും രാജ്യസഭാ സീറ്റ്, അല്ലെങ്കിൽ KPCCക്ക് ഒരു പുനഃസംഘടന വരാൻ പോവുകയാണ്. അപ്പോൾ ദീർഘകാല പരിചയമുള്ള KPCCയുടെ ദീർഘകാല ഭാരവാഹിയായിരുന്ന, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ അറിയുന്ന, ഏത് മണ്ഡലത്തിൽ ചെന്നാലും 10 പേര് പേരെടുത്ത് പറയാൻ കഴിയുന്ന ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് KPCC പ്രസിഡന്റ് ആകുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേതാക്കന്മാരോട് എൻ്റെ ക്ലെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 10-32 വർഷക്കാലം സംഘടനാ പ്രവർത്തനം നടത്തിയ ആൾ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പാർട്ടി എങ്ങനെ പുനഃസൃഷ്ടിക്കാമെന്ന് മനസ്സിൽ പരിചയമുള്ളത് കൊണ്ട്. എനിക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നു ദീർഘകാലം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ദീർഘകാലം ചുമതല ഉണ്ടായിരുന്നു. ദളിത് കോൺഗ്രസിൻ്റെയും സേവാദളിൻ്റെയും ചുമതലയുണ്ട്. ഇല്ല, ഇതൊന്നുമില്ലെങ്കിലും ലീഡറുടെ ഗ്രൂപ്പിനെ നയിച്ച ആൾ, ഓൾ കേരള ലീഡറുടെ ഗ്രൂപ്പിനെ നയിച്ച ഒരു തീപ്പൂർ നേതാവ് എന്നുള്ള രീതിയിൽ ശ്രീ ശരത്തിന് തൻ്റേതായ ഒരു കോക്കസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടോ, കോർ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവില്ലേ? പ്രവർത്തനങ്ങളിൽ എനിക്കുള്ളൊരു പരിജ്ഞാനം, എനിക്ക് ചില മർമാണിമാരെ കുറിച്ച് പറയും പോലെ രോഗിയെ കണ്ടാൽ രോഗം കാണുമ്പം തന്നെ അറിയാം, അതിൻ്റെ പ്രതിവിധി ചെയ്യാൻ പറ്റും. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചൈതന്യവത്തായ ഒരു ചിന്തയുണ്ട്. ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കേണ്ടത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 50% ചെയ്താൽ 50% ആൻറ്റി ഇൻകംബറൻസി സർക്കാരിനെതിരെയുള്ള വികാരം വരും. ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ് പാർട്ടി പ്രവർത്തനം സംഘടനയെ ശക്തമാക്കാനുള്ള സമയം ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ്. ഇത്തവണ ഒരു പ്രതീക്ഷയുണ്ടോ KPCC പ്രസിഡന്റ് ആകുമെന്നുള്ള? എന്നെ പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തോട്
എന്നെ പരിഗണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. ലീഡർഷിപ്പിനെ അറിയിച്ച് കഴിഞ്ഞു. ലീഡർഷിപ്പിനെയൊക്കെ ഞാൻ പക്ഷേ ശ്രീ ജോസഫ് വാഴയ്ക്കൻ്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. ജോസഫ് വാഴക്കിന്റെ പേര്, ബെന്നി ബെഹനാന്റെ പേര്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു നേതാവിൻ്റെ ഒരു സ്ഥാനം എന്നുള്ള ഒരു തിയറി, ആ തിയറിയിലേക്ക് വരുന്നതിന് മുമ്പ് ബെന്നി ബെഹനാൻ, ആന്റണി, കൊടിക്കുന്ന് സുരേഷ്, ലേറ്റസ്റ്റ് ആയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ താല്പര്യം പറഞ്ഞ ഒരുപാട് MP-മാരും MLA-മാരും ഉണ്ട്. അവർ താല്പര്യം പറഞ്ഞവരുണ്ട്. പക്ഷേ കൂട്ടത്തിൽ എന്നാലും വലിയ പ്രതീക്ഷയിലാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം എൻ്റെ കാലിബറിനെ കുറിച്ച് നേതാക്കന്മാർക്കറിയാം, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നേതാക്കന്മാർക്കറിയാം. അപ്പോൾ എന്നെ ചുമതല ഏൽപ്പിച്ചാൽ ഞാൻ 100% കമ്മിറ്റ്മെൻറ്റോടെ ഈ പാർട്ടിയെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാക്കി ഇത് ഇടതുപക്ഷ മുന്നണി നടത്താൻ സാധ്യതയുള്ള പുറകോട്ടു നാടകത്തിനും പോരാട്ടങ്ങൾക്കുമെതിരെ സർക്കാരിനെ പിടിച്ചു നിർത്താൻ, ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്താൻ, പാർട്ടി പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ, പാർട്ടിയെ ഒറ്റക്കെട്ടായി പിടിച്ചു നിർത്താൻ, ചടുലമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ആ ഒരു ആത്മവിശ്വാസത്തിലാണുള്ളത്. ആ ആത്മവിശ്വാസമാണ് ഇതിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. അപ്പം ഇടക്കാലത്ത് ലീഡറുടെ ഒരു പ്രതാപകാലം കഴിഞ്ഞ് ശ്രീ AK ആൻ്റണി കേരളത്തിലെ ഒരു മുഖ്യധാരാ നേതാവായി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ലീഡറുടെ ഒരു ഓൺ കക്ഷിയായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആൻ്റണിയുടെ കാലത്ത് ഒരുപാട് തിക്തഫലങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അന്ന് പിന്നെ ലീഡറും അല്ല, അതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഒരു കാലത്തൊരു ഗ്രൂപ്പിൻ്റെ ഡബിൾ ഡോക്ടറേറ്റും ട്രിപ്പിൾ ഡോക്ടറേറ്റും ഒക്കെ ഉള്ള ആളെന്നുള്ള ഒരു അപഖ്യാതി എന്നെക്കുറിച്ചുണ്ടായിരുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ഒരു ഗ്രൂപ്പ് തീവ്രവാദിയാണ്. അല്ല, ആ തിക്ത അനുഭവങ്ങൾ ആൻ്റണി നേതൃത്വമുള്ള പാർട്ടിയുടെ കാലത്തുണ്ടായിരുന്നോ? ഗ്രൂപ്പിൻ്റെ പേരിൽ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരിൽ നഷ്ടമുണ്ടായ ഒരാളാണ് ഞാൻ. എന്ന് പറയുമ്പം ആൻ്റണിയുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പരിഗണന ഉണ്ടായില്ല. കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായി ബഹുമാനപ്പെട്ട AK ആൻ്റണി എന്നെ എപ്പോൾ കാണുമ്പോഴും പറയും, പഴയ ശരത്ചന്ദ്ര പ്രസാദല്ല, ശരത്ത് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ശരത്ത് ആ വാക്കിൽ തന്നെ പ്രയോഗമില്ലേ, പഴയ ശരത്ചന്ദ്ര പ്രസാദ്. ആ പഴയ ശരത്തിന് അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ല എന്നുള്ളത് കൂടെ പ്രകടമാവുന്നില്ല. പഴയ എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം ഉണ്ടാകുന്നതിൽ എനിക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റും. ആ സംശയം വേറെ കാര്യം കൊണ്ടുണ്ട്. അതായത് ചാരക്കേസ് വരുന്നു, ലീഡർ ഗ്രൂപ്പിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് ആളുകളെ A ഗ്രൂപ്പ്, ആൻ്റണി ഗ്രൂപ്പ് ചാക്കിട്ട് പിടിക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും അവസാനം ഗ്രൂപ്പ് മാറുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ജോർജ് മസ്ക്രീൻ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ ഗ്രൂപ്പ് നിന്ന്, അതായത് ജോർജ് മസ്ക്രീനാണ് ഏറ്റവും അവസാനം I ഗ്രൂപ്പിൽ നിന്നും A ഗ്രൂപ്പിലേക്ക് മാറുന്ന ഒരാൾ. അങ്ങനെ മാറിയ ജോർജ് മസ്ക്രീൻ്റെ വീട്ടിൽ കയറി വെട്ടാൻ ശ്രമിച്ചു എന്നുള്ളൊരു വലിയ ശരത്തിൻ്റെ നേരത്തുള്ള ആളുകൾ അദ്ദേഹത്തെ വാള് വീശി എന്ന് പറഞ്ഞ വലിയ വാർത്തയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കരിയോയിൽ ഒഴിച്ചെന്ന് പറഞ്ഞിട്ടാണ്. കരിയൊഴിച്ച് അത് ഞാനല്ല എന്ന് കാര്യം, അത് ഞാൻ ചെയ്യില്ല. കാര്യം ജോർജ് മസ്ക്രീൻ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കേസ് ഉണ്ടായിരുന്നല്ലോ, ആ ഇലക്ഷൻ കേസുമായിട്ട് എറണാകുളത്ത് പോയി കിടന്നപ്പോൾ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയ ഞാനാണ് അദ്ദേഹത്തെ KPC മെമ്പറാക്കാൻ. അതായത് ആ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ അത് ഞാനും അദ്ദേഹവും മരിക്കുന്നത് വരെയും നല്ല ആഗ്രഹം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾ പരത്തി. കാര്യം ലീഡറുടെ ഫോർഫ്രണ്ട് വാരിയറായിട്ട് ഞാൻ നിൽക്കുകയല്ലേ. അപ്പോൾ എൻ്റെ മസ്ക്രീനും ആ സമയത്ത് ഒരു ഫോർഫ്രണ്ട് വാരിയർ ആയിരുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്ക് അത് ഞാനായിരിക്കും എന്തായിരുന്നു. പക്ഷേ പിന്നീട് ആക്ച്വലി അതിനകത്ത് ഇല്ല, ഒരിക്കലുമില്ല, നമ്മളൊന്നും അറിഞ്ഞ കാര്യമല്ല. ആരായിരിക്കും അതിൻ്റെ പിന്നിൽ അത് പറയുന്നത് ശരി. എനിക്ക് പിന്നീട് ആളിനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ ഇപ്പോൾ അത് പറയുന്നത് ശരിയല്ല. അത് പറയുന്ന ആളിനെയൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ മസ്ക്രീനും അത് അറിയാമായിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് മാറുമ്പോൾ മസ്ക്രീന് ആൻ്റണി വലിയ പ്രലോഭനങ്ങൾ നൽകിയിരുന്നു, മന്ത്രിയാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഗ്രൂപ്പ് മാറിയതിന് ശേഷം അന്ന് പിന്നെ ഡൊമിനിക് പ്രസന്റേഷനാണ് അന്ന് മന്ത്രിയാക്കിയതെന്ന് പറഞ്ഞു. ആ ഒരു ആഘാതത്തിൽ മസ്ക്രീൻ രാഷ്ട്രീയമായിട്ട് വളരെ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എന്തൊക്കെ ഗ്രൂപ്പ് രാഷ്ട്രീയം പറഞ്ഞാലും AK ആൻ്റണി ഒരു MLA നേരിട്ട് വിളിച്ച് തന്നെ ഇന്നതാക്കാമെന്ന് പറയില്ല. ഉറപ്പ് തന്നെ 100% AK ആൻ്റണി പറയില്ല. എൻ്റെ അടുത്ത് വാഗ്ദാനം വന്നിട്ടുണ്ട്. കാര്യം ലീഡറെ പോരാളിയായി നിൽക്കുന്നേ ഞാൻ ഒന്ന് പതറിയാൽ ആ ഗ്രൂപ്പ് തന്നെ അന്ന് പതറിപ്പോകും. പക്ഷേ ആ പ്രലോഭനങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയും. അതൊന്നും ഇപ്പം ഞാൻ പറയില്ല. എന്നെ വന്ന ആളുകളെ ഞാൻ വരട്ടി വിട്ടു. പക്ഷേ സ്വാഭാവികമായിട്ട് അന്ന് A ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്ന ആളുകൾ മസ്ക്രീനോട് വല്ല അതിലൊന്നും AK ആൻ്റണിക്ക് വന്നു. പക്ഷേ മസ്ക്രീൻ ആക്ച്വലി തുടക്കത്തിൽ A ഗ്രൂപ്പുകാരനായിരുന്നു, പിന്നെയാണ് ലീഡറെ വന്ന് കാണുകയും ആയിട്ടൊരു അടുപ്പം വന്ന് ഞങ്ങളെല്ലാം കൂടെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലീഡറോടുള്ള ആഭിമുഖ്യം എന്താണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു സ്ഥലവാസികളാണ്. അത് എൻ്റെ MLA ആയിരുന്നു അദ്ദേഹം. എൻ്റെ MLA അദ്ദേഹം പിന്നെ ലീഡറുമായിട്ട്
വലിയ അടുപ്പമാണ്, കുടുംബമായിട്ടൊക്കെ വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹം മസ്കലിൻ പോയെന്ന് പറഞ്ഞാൽ ലീഡർക്ക് വലിയ വിഷമമായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ മസ്കലിൻ അവസാനം ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പവും അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, പക്ഷേ ശരത് സാറല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് എന്നോട് പറഞ്ഞു. ആ വിഷയത്തിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. നമ്മൾ സംസാരിച്ചു വന്നത് ആ സമയത്ത് അതിൻ്റെ തിക്താനുഭവമാണ്. ഗ്രൂപ്പിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ ഒരാളാണ് ഞാനാണ്. പക്ഷേ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് AK ആന്റണി എന്നോട് പഴയ ആളല്ല ശരത്ത് വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല, സാമൂഹ്യ അന്തരീക്ഷത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കാര്യം എനിക്ക് ഈ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഭാരതരംഗം അല്ലാതെ വളരെ സജീവമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരുപാട് വേദികളിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മൾ സജീവമായി നിൽക്കുന്ന ആൾ AK ആന്റണി. ശരത്ത് ഒരുപാട് മാറി എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ആഭിമുഖ്യം അതിലേക്ക് വരികയാണ്. പഴയ എൻ്റെ ബേസിനെ കുറിച്ച് തീർച്ചയായിട്ടാണ് പഴയ ശരത്തല്ല. അതെ, തീർച്ചയായും അദ്ദേഹത്തിന് പോലും സ്വീകാര്യനാകുന്ന ഒരു തരത്തിലേക്ക് വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ എന്നെ ഉൾക്കൊള്ളുന്നയാളാണ്. അങ്ങനെയെങ്കിൽ താങ്കളെ പ്രസന്റ് ആകുന്ന കാര്യത്തിൽ കുറച്ചുകൂടി എളുപ്പമല്ലേ? കാരണം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അത്യാവശ്യ കേരളീയ വിഷയങ്ങളിലൊക്കെ ശ്രീ ആന്റണിയോട് അഭിപ്രായങ്ങൾ തേടുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്നുണ്ടോ? AK ആന്റണി ഒരു സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ താല്പര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അർഹതപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. എന്താ ശരത്തിന് അർഹത കുറവൊന്നുമില്ല. KC വേണോട് സഹായിക്കില്ലേ ഈ കാര്യത്തിൽ? ഞാനിപ്പോൾ ഇതിൽ സംസാരിച്ച ആളുകൾ AK ആന്റണി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ചുമതലയുള്ള ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇതുപോലെ അവസരം വന്നപ്പോൾ ഞാൻ KC അടക്കം ഇവരെല്ലാവരോടും സംസാരിച്ചു. ഇപ്പോൾ അപ്പോൾ ശുഭപ്രതീക്ഷയിലാണ്. ഞാൻ ഇവരെല്ലാവരെയും കണ്ടു. എന്നെപ്പോലെ എൻ്റെ ഈ താല്പര്യം പ്രകടിപ്പിച്ച ആളുകൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഇവരാർക്കും ആരോടും ആരുടെയും പാർട്ടിക്കകത്തെ ഒരാൾക്ക് ഒരു പോസ്റ്റ് എന്നുള്ളതല്ലേ ഏറ്റവും പ്രായോഗിക തലത്തിൽ വരേണ്ട ഒരു സംവിധാനം. നല്ലത് ഒരാൾക്ക്. ഞാൻ ആറ്റിങ്ങൽ MLA ആയി ജയിച്ചു വന്നപ്പോൾ ഞാൻ KPC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാനത് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പം ആ ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന ആളാണെന്നുള്ളതാണ് പറയുന്നത്. നല്ലതാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തിയറി, അങ്ങനെ ഒരു സംവിധാനം വന്നാലേ താങ്കളെ പോലുള്ളവർക്കോ അല്ലെങ്കിൽ ജോസഫ് വാഴക്കിനോ അല്ലെങ്കിൽ ഇപ്പം മറ്റ് പകരം സംവിധാനങ്ങളിലാണ് നിൽക്കുന്ന ആർക്കെങ്കിലും ആകാൻ പറ്റുമെന്നുള്ളതല്ലേ വാസ്തവം. വ്യക്തിപരമായ അഭിപ്രായത്തിൽ MLAയും MPയും ആയിരിക്കുന്നത് ഒരു അയോഗ്യതയല്ല. അതൊരു യോഗ്യരായോണ്ടാണല്ലോ അവർ കൂടുതൽ അക്കോമഡേഷനും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ. ഇപ്പം നമ്മുടെ മുമ്പിൽ MP ആയിരുന്ന K. സുധാകരൻ MP ആയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ ഒരുപാട് തവണ ഡൽഹി പോകാൻ ഇഷ്ടമില്ലാത്ത ആളല്ല. പക്ഷേ എന്നാലും അദ്ദേഹം സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സണ്ണി ജോസഫ് വന്നപ്പോഴത്തേക്കും ഈ മണ്ഡലം നഴ്സ് ചെയ്യുന്ന നല്ല ജനപ്രതിനിധികൾക്ക് മറ്റൊരു സ്റ്റേറ്റ് വൈഡ് സംഘടനാ പ്രവർത്തനം ശ്രദ്ധിക്കാൻ പറ്റില്ല. അതെല്ലാം മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാത്ത MP MLA ആണെങ്കിൽ വലിയൊരു മെസ്സേജാണ് ഇപ്പോൾ ഈ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സംഘടന ഈ പറയുന്ന ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാവും. ഈ താല്പര്യപ്പെടുന്ന MLAമാരും MPമാരൊക്കെ മണ്ഡലം നഴ്സ് ചെയ്യുന്ന ആളുകളാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം കൂടുതൽ വാങ്ങിച്ച ആളുകളാണ്. ഇവരൊക്കെ മണ്ഡലം നന്നായി നോക്കുന്ന ആളുകളായി ഈ MPമാരെല്ലാം. കൊടിക്കുന്നിൽ സുരേഷ് അടക്കം കഴിഞ്ഞ തോറ്റു എന്ന് പറഞ്ഞിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കും എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് പേര് പല സ്ഥലത്തേക്കും പറയുകയും എന്നാൽ അതൊക്കെ വഴുതി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തവണയെങ്കിലും അത് വഴുതി പോകാതെ KPCCയുടെ പ്രസിഡൻ്റായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ശ്രീ ശരത് പ്രസാദ് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് വന്ന ഒരു പാർട്ടി പ്രവർത്തകരെ എതിർക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി.